കുറേ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടൊരു സ്നാക്സ് റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് ഇക്കാൻ്റെ പെങ്ങളടുത്ത് നിന്ന് ഞാൻ കണ്ടിട്ടുള്ള റെസിപ്പിയാണ്. അവിടെ മിക്കവാറും ഉണ്ടാക്കാറുണ്ട്, അങ്ങനെ ഞാൻ പഠിച്ചതാണ്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പെങ്ങൾ അടുത്ത് തന്നെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ മസാല റെഡിയാക്കി എടുക്കുന്നുണ്ട്. സവാള വഴറ്റി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തു. അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് ചിക്കൻ്റെ ഫില്ലിങ്ങാണ് കൊടുക്കുന്നത്. ചിക്കൻ ചേർത്തിട്ട് നമുക്ക് മല്ലിയിലൊക്കെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഇവിടെ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് മൈദയിലേക്ക് ഒരു മുട്ടയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അരിപ്പയിലൂടെ അരിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കുറേ സമയം ഇത് ഇങ്ങനെ സ്മൂത്ത് ആക്കാൻ വേണ്ടി മെനക്കെടേണ്ട ആവശ്യമില്ല. അപ്പോൾ അരിപ്പയിലൂടെ അരിച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ടയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് സ്മൂത്ത് ആയിട്ടില്ല, ആ ഒരു ബാറ്റർ പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ. ഇതേപോലെ ചൂടായ ഫ്രൈ പാനിലേക്ക് ചെറിയ ദോശ ചുട്ടെടുത്തിട്ട് നമുക്ക് സെൻറ്ററിൽ ഇതേപോലെ ഫില്ലിങ് വെച്ചിട്ട് 4 ഭാഗത്തുനിന്നും ഇതേപോലെ മടക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ഈ ബോക്സ് റെഡി ആയിട്ടാണ്. അതിനുശേഷം നമുക്ക് ചെറിയൊരു കോട്ടിങ് കൂടി കൊടുക്കാം. നമ്മൾ ആ മൈദ കലക്കിയ ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഒരു മുട്ടയും കുറച്ച് പാലും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ഓരോന്നായിട്ട് ഇതേപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു സ്നാക്സ്. ഒരു മുട്ടേൻ്റെ ആ ഒരു കോട്ടിങ്ങൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ പേജ് ഫോളോ ചെയ്യാതെ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ എന്തായാലും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരാം. താങ്ക്